All, welcome to the class. Today we are going to discuss a small topic in the subject mechatronics. Today's topics are binary coded scale, inductosyn, recirculating ball bar, roller screw, and adaptive control for machine tools. In previous class we are discussing linear transducers and we have already discussed two types of linear transducer. And today we are going to complete that term, that is there are four type of linear transducers, namely binary coded scale and inductosyn. So first we are discussing binary coded scale. The main component of a binary coded scale is position of the scanner or scanner. ചിത്രത്തിൽ കാണുന്ന പോലെ ബൈനറി കോഡഡ് സ്കെയിലിനെ നമുക്ക് റോ വൈസ് കട്ട് ചെയ്യാം. റോ വൈസ് ആയിട്ട് തരംതിരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള റോ നോർമലി ബൈനറി കോഡിൻ്റെ ഏറ്റവും ലിമിറ്റ് ആയിട്ടുള്ള 2⁻0 അഥവാ 1 ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2⁻1 അഥവാ 2 ആയിരിക്കും. നെക്സ്റ്റ് 2⁻2 ഓർ 4 ആയിരിക്കും. നെക്സ്റ്റ് 2⁻3 അല്ലെങ്കിൽ 8 ആയിരിക്കും. നെക്സ്റ്റ് 2⁻4 ഓർ 16 ആയിരിക്കും. നെക്സ്റ്റ് 2⁻5 ഓർ 30 ആയിരിക്കും. നെക്സ്റ്റ് 2⁻6 ഓർ 64 ആയിരിക്കും. മുകളിലോട്ട് പോകുന്നതിനും കൂടി വരും. ഇതിൻ്റെ അകത്ത് പൊസിഷൻ ഓഫ് സ്കാനർ നമ്മളൊരു മെറ്റാലിക് ഒരു ലൈൻ സ്ട്രിപ്പ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് അഥവാ പൊസിഷൻ മാർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ സ്ലൈഡിലുള്ള പൊസിഷൻ റീഡ് ചെയ്യുന്നതെങ്കിൽ രണ്ട് കളേഴ്സാണ് നമ്മുടെ ഓരോ റോനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന് ഡാർക്ക് കളറും മറ്റേത് വൈറ്റ് കളറും. ഡാർക്ക് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നുള്ള ബൈനറി വാല്യൂ, വൈറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്നുള്ള ബൈനറി വാല്യൂ ആണ് വരിക. അപ്പോൾ ഈ സ്കാനറിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ഒരു ബൈനറി കോഡ് ഉണ്ടാക്കാം. അഥവാ ഇപ്പോൾ ഈ പൊസിഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇത് താഴത്തെ റോയിൽ ഡാർക്കിലേക്കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ 2⁻1 എക്സിസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ഡാർക്കിലേക്കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ 2⁻1 എക്സിസ്റ്റ് ചെയ്യും. അടുത്തതിൻ്റെ അകത്ത് ഡാർക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ 2⁻2 ഉണ്ടാവില്ല. അടുത്തതിൻ്റെ അകത്ത് 2⁻3 8 എന്തായാലും ഡാർക്കിലാണ് വരുന്നത്, അതുണ്ടാവും. ഇവിടെ 2⁻4 അഥവാ 0 ആണ് എക്സിസ്റ്റ് ചെയ്യുക, വെള്ളിയാണ്. നെക്സ്റ്റ് ആണെങ്കിൽ 2⁻5 ഓർ 32 എക്സിസ്റ്റ് ചെയ്യും. 2⁻6 ഓർ 64 എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ടോട്ടൽ ബൈനറി നമ്പർ നമുക്ക് 1 + 2 + 8 + 32 എന്നുള്ള വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അവർ ഫൈനൽ വാല്യൂ വിൽ ബി 43. ഇത് വെച്ചിട്ടാണ് ബൈനറി കോഡ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഒരു കമ്പോണൻറ്റിൻ്റെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡക്റ്റോസൈൻ. ഇൻഡക്റ്റോസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കമ്പോണൻ്റ് ഉണ്ടാകും, ഒന്ന് സ്കെയിലും മറ്റേ സ്ലൈഡറും. ഒരു സാധാരണ മോട്ടർ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്ററും റോട്ടറും പോലെയാണ് ഇത് രണ്ടും വർക്ക് ചെയ്യാം. അഥവാ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്കെയിൽ ഉണ്ടാവും, അതൊരു സ്റ്റേഷനറി പാർട്ടാണ്. ആ സ്റ്റേഷനറി പാർട്ടിൻ്റെ അടുത്തേക്ക് കൂടി നമ്മളുടെ മെഷീൻ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് സ്ലൈഡറിൻ്റെ ഉള്ളിലുള്ള വോൾട്ടേജും ഇതിൻ്റെ മുകളിലുള്ള വോൾട്ടേജും തമ്മിലൊരു ഇൻട്രാക്ഷൻ വരും, അതോ ഒരു ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ലൈഡർ ഏത് പൊസിഷനിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് ഒരു ഇൻഡക്റ്റോസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റീസർക്കുലേറ്റിംഗ് ലീനിയർ ബോൾസ് ആണ്, ബോൾ ബിയറിങ്സ് ആണ്. നമ്മൾ ബിയറിങ്സ് നേരത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മെക്കട്രോണിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെഷീൻ സ്ലൈഡിങ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളിലൊന്നാണ് ബോൾ ബിയറിങ്സ്. ഈ ബോൾ ബിയറിങ്സ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അഥവാ ആൻറ്റി ഫ്രിക്ഷൻ ബിയറിങ്സ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ട്, താഴെ ഒരു ലീഡ് സ്ക്രൂ ഉണ്ട്. ആ ലീഡ് സ്ക്രൂവിൻ്റെ മുകളിൽ ബോൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അഥവാ ബോൾ സ്ക്രൂസ് ഉണ്ട്. അതൊരു കട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ലീനിയർ റെയിലും ലീനിയർ ബ്ലോക്കും ആണുള്ളത്. ഈ റീസർക്കുലേറ്റിംഗ് ബോൾസ് പുറത്ത് കൊണ്ടിരിക്കാൻ ഈ സൈഡിൽ നമ്മളൊരു എൻ പ്ലേറ്റും എൻ സീലിങ്ങും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കും. സാധാരണ കൺവെൻഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് റാക്ക് ആൻഡ് പിനിയനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ CNCയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും ഫ്രിക്ഷൻ കുറക്കേണ്ടതുകൊണ്ടും ഓട്ടോമാറ്റിക് ആയതുകൊണ്ടും നമ്മൾ റീസർക്കുലേറ്റിംഗ് ബോൾസാണ് യൂസ് ചെയ്യുന്നത്. ഈ ബോൾസിന് പകരം നമുക്ക് റോളേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് റീസർക്കുലേറ്റിംഗ് ലീനിയർ റോളർ ബിയറിങ്സ്. പിന്നെ ഇതിന് വളരെ ഡ്യൂറബിലിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല റിജിഡിറ്റി ഉണ്ടാവും, ഫ്രിക്ഷൻ ലെസ് ആയിരിക്കും എന്നിവയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഇതിൻ്റെ മെയിൻ ഉപകാരം എന്ന് പറയുന്നത് ഒരു ലീനിയർ ബ്ലോക്കിൻ്റെ മുകളിൽ കൂടി ലീനിയർ റെയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ അടുത്തതായിട്ട് വരുന്നതാണ് റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷ്. നേരത്തെ ലീനിയറായിട്ട് മൂവ് ചെയ്യുന്നതിന് റീസർക്കുലേറ്റിംഗ് ബോൾസ് യൂസ് ചെയ്യുന്നത് കണ്ടു. ഇതിനകത്തും റീസർക്കുലേറ്റിംഗ് ബോൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലൈൻ ഷാഫ്റ്റാണ് ഉണ്ടാവുക. അതേസമയം അതിൻ്റെ ഉള്ളിലൊരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ട്രാക്കിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് റീസർക്കുലേറ്റിംഗ് ബോൾസ് റൊട്ടേറ്റ് ചെയ്യുക. ഈ ബുഷിൻ്റെ ഉള്ളിലാണ് എപ്പോഴും ഉണ്ടാവുക. ഈ ബുഷിൻ്റെ രണ്ട് സൈഡും നമ്മൾ സീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്പ്ലൈൻ ഷാഫ്റ്റിൻ്റെ മുകളിലേക്ക് ഈ ബോൾസ് കയറുന്ന സമയത്ത് ഈ മുകളിലുള്ള സ്പ്ലൈൻ നട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ലീനിയർ മോഷൻ ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷിൻ്റെ വർക്കിംഗ്. നെക്സ്റ്റ് വരുന്നതാണ് റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നട്ട് അറേഞ്ച്മെൻറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോൾ സ്ക്രൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന മുകളിലൊരു ബോൾ സ്ക്രൂ നട്ടും ഉണ്ടാവും. അത് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ബോൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആ റൊട്ടേഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ ബോൾ സ്ക്രൂ നട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ലീനിയറായിട്ട് മൂവ് ചെയ്യും. ഈ റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂസ് CNC മെഷീൻ ടൂൾസ് ധാരാളം ഉപയോഗിക്കുന്നതാണ്. മോട്ടറിൽ നിന്ന് വരുന്ന റൊട്ടേറ്റിംഗ് മോഷൻ അഥവാ റൊട്ടേറ്റിംഗ് മോഷനെ നമുക്ക് മെഷീൻ സ്ലൈഡിൻ്റെ ടേബിളിൻ്റെ ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റും കൂടിയാണ് റീസർക്കുലേറ്റിംഗ് ബോൾ ആൻഡ് നട്ട് അറേഞ്ച്മെൻറ്റ്. നമ്മൾ കൺവെൻഷണൽ സിസ്റ്റം അഥവാ കൺവെൻഷണൽ മെഷീൻ ടൂൾസ് ആണെങ്കിൽ നമ്മൾ പൊതുവേ ലീഡ് സ്ക്രൂ നട്ടും അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിന്നിൻ വെച്ചിട്ടാണ് എല്ലാവിധ മോഷൻസും കൺവേർട്ട് ചെയ്യുന്നത്. CNCയിൽ അത് പോസിബിൾ അല്ല. കാരണം ഇത് വളരെ ഓട്ടോമാറ്റിക്കും വളരെ റിജിഡും ഫ്രിക്ഷൻലെസ്സും ആയിട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നട്ട് അറേഞ്ച്മെൻറ്റ്. ഇവിടെ ഒരു ആനിമേഷൻ കാണാൻ പറ്റും. ഇതാണ് സ്ക്രൂ, ബോൾ സ്ക്രൂ. ഇത് ബോൾ സ്ക്രൂ നട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ബോൾസ് റൊട്ടേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇതൊന്നിനും കൂടി എക്സാമ്പിളാണ്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പ്രീ ലോഡിങ് പറയും. അതായത് എക്സ്റ്റേണൽ പ്രീ ലോഡിങ് പറയും. അത് ഇതേ ചിത്രമാണ് ഉണ്ടാവുക. അഥവാ ഇത് ഒരു എക്സ്റ്റേണലിലേക്ക് കൂടി പ്രീ ലോഡ് ചെയ്യുന്നതാണ്. അഥവാ നമ്മളെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബോൾ ബിയറിങ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്ലേ ഉണ്ടാവും. ആ പ്ലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ പ്രീ ലോഡിങ് കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ ഞാൻ ഇപ്പോൾ റീഡ് ചെയ്ത കാര്യങ്ങളാണ്. ഒന്ന് എല്ലാ പോയിൻറ്റ്സിലേക്കും നോട്ട് ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ഇതിനനുസരിച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു റീസർക്കുലേറ്റിംഗ് എലമെൻറ്റ്സിനെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് പ്രീ ലോഡിങ്. അഥവാ പ്രീ ലോഡിങ് ഈസ് എ ആക്സിയൽ ത്രസ്റ്റ് ലോഡ് അപ്ലൈഡ് ടു എ ബിയറിംഗ് ദാറ്റ് റിമൂവ്സ് എക്സസ് പ്ലേ. നമ്മൾ ബോൾ ബിയറിംഗ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന എക്സസ് പ്ലേ അഥവാ അതിൻ്റെ അകത്തൊരു ചെറിയ എറർ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ക്ലിയറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് പ്രീ ലോഡിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ രണ്ട് വിധത്തിലാണ് പ്രീ ലോഡിങ് ചെയ്യുന്നത്. പ്രീ ലോഡിങ് ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡാണ് റീസർക്കുലേഷൻ ത്രൂ എക്സ്റ്റേണൽ ട്യൂബ്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചിത്രമാണ് നമ്മൾ നേരത്തെ അവിടെ നോട്ടിയിട്ടുണ്ടായിരുന്നത്. നട്ടും ലീഡ് സ്ക്രൂ എന്ന് പറയുന്ന അഥവാ നമ്മളുടെ ലീഡ് സ്ക്രൂവിൻ്റെ ഉള്ളിൽ സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂസും പിന്നെ എക്സ്റ്റേണൽ ബിയറിംഗ് ബോൾസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിട്ടേൺ ട്യൂബും ഉണ്ടാവും. ഇതാണ് ഒരു നോർമൽ അറേഞ്ച്മെൻറ്റ്. നേരത്തെ ഞാൻ ഇതിൻ്റെ ആനിമേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഈ എക്സ്റ്റേണൽ ട്യൂബിന് പകരം നമ്മൾ അതിന് പകരം ഒരു എക്സ്റ്റേണൽ ചാനലാണ് യൂസ് ചെയ്യുന്നത്. ഒരു ചാനലിലേക്ക് കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിനെ പ്രീ ലോഡ് ചെയ്യാം അഥവാ പ്ലേ ഒഴിവാക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഓഫ് റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ദേ ഹാവ് ലോങ് ലൈഫ്, ദേ ഹാവ് മിനിമം വിയർ ഇൻ സ്ക്രൂ ആൻഡ് സോ ആക്യുറസി ഈസ് ഒബ്റ്റെയിൻഡ്. ലെസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, കാരണം ആൻറ്റി ഫ്രിക്ഷൻ ബിയറിങ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഹെവിയർ ലോഡ്സ് ക്യാൻ ബി ക്യാരിഡ് ആൻഡ് മൂവ്ഡ് ഫാസ്റ്റർ സ്പീഡ്. ബോൾസ് ആയതുകൊണ്ട് തന്നെ കംപ്രസീവ് ലോഡ്സ് മാക്സിമം നമുക്ക് ഇതിനകത്ത് എടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്പീഡിൽ നല്ല ലോഡ് നമുക്ക് ക്യാരി ചെയ്യാൻ കഴിയും. അതുപോലെ ലെസ് പവർ നീഡഡ് ടു ഡ്രൈവ് ദ സ്ക്രൂ ഡ്യൂ ടു ലെസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ഈ റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂസ് ഉപയോഗിക്കുമ്പോൾ ദ എഫിഷ്യൻസി വിൽ ബി അബൌട്ട് 90%. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഓർത്ത് നോക്കുക. Now we are going to discuss what is adaptive control for machine tools. നിങ്ങൾ നോർമലി ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം പഠിച്ചു. ഒരു മെഷീനിങ് പ്രോസസ്സ്, അതിൻ്റെ അകത്ത് ഫീഡ്ബാക്ക് സിസ്റ്റം എടുത്ത് മെഷീൻ കൺട്രോൾ കറക്റ്റ് ഇൻപുട്ടാക്കി മെഷീനിങ് പ്രോസസ്സിന് കൊടുക്കും. ഇതാണ് നോർമൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. പക്ഷേ അഡാപ്റ്റീവ് കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് ഈ മെഷീനിങ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ടൂൾ ഡിഫ്ലക്ഷൻ, സ്പിൻഡിൽ ടോർക്ക്, ഫീഡ്
ഫോഴ്സ് എക്സെട്ര അതെല്ലാം തന്നെ നമ്മൾ പല സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നോട്ട് ചെയ്തിട്ട് അത് നേരെ അഡാപ്റ്റീവ് കൺട്രോളിനും കൂടി പാസ് ചെയ്യും. അഡാപ്റ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റമാണ്. ഇവിടെ വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, അതുപോലെ ഫീഡ് റേറ്റ് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സ്പിൻഡിൽ കൺട്രോൾ ചെയ്യാം, ടൂളിൻ്റെ ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് മോഡിഫൈ ചെയ്തിട്ട് അത് മെഷീൻ കൺട്രോൾ യൂണിറ്റിന് കൊടുക്കും. അത് കൺട്രോളർ മോഡിഫൈ ചെയ്ത സിഗ്നലായിട്ട് മെഷീനിങ് പ്രോസസ്സിന് കൊടുക്കും. അഥവാ ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അതിന് മെയിനായിട്ട് അഡാപ്റ്റീവ് കൺട്രോളേഴ്സ് രണ്ട് വിധത്തിലാണ് ഉള്ളത്. ഒന്ന് അഡാപ്റ്റീവ് കൺട്രോൾ കൺസ്ട്രെയിനും, രണ്ടാമത്തെ അഡാപ്റ്റീവ് കൺട്രോൾ ഒപ്റ്റിമൈസേഷനാണ്. ഈ അഡാപ്റ്റീവ് കൺട്രോൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ലിമിറ്റുകൾക്ക് അനുസരിച്ചിട്ട്, അഥവാ ഒരു ലിമിറ്റ്സ് വെച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ചിട്ട് മെഷീനിങ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് അഡാപ്റ്റീവ് കൺട്രോൾ കൺസ്ട്രെയിൻ സിസ്റ്റം എന്ന് പറയുക. അതിൻ്റെ കുറച്ചും കൂടി മോഡിഫൈഡ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വേർഷനാണ് അഡാപ്റ്റീവ് കൺട്രോൾ ഒപ്റ്റിമൈസേഷൻ. ഇവിടെ നമ്മൾ ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. അഥവാ നമ്മളുടെ മെഷീനിൽ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേലാണ് ഇതിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ നോർമലി ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രീസിലും അഡാപ്റ്റീവ് കൺട്രോൾ സിസ്റ്റംസാണ് മാക്സിമം യൂസ് ചെയ്ത് വരുന്നത്. അത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.